ഇനി നമുക്ക് പറയാനുള്ളത് ടേപ്പ് വേം. ടേപ്പ് വേം നമ്മൾ നാടവിര എന്നൊക്കെ പറയും അല്ലേ. ഇത് മീറ്ററുകളോളം 40, 50, 60 ഒക്കെ മീറ്റർ നീളമുള്ള ഒരു വേമാണ് മനുഷ്യൻ്റെ ശരീരത്തിലും അതുപോലെ തന്നെ പിഗിൻ്റെ ശരീരത്തിലും കാറ്റിൻ്റെ ശരീരത്തിലൊക്കെ അത് കാണപ്പെടുന്നുണ്ട്. ഇതിന് ഇതുപോലൊരു സ്കോലക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഹെഡ് ഉണ്ടാവും. അതുപോലെ സെഗ്മെൻറ്റഡ് ബോഡിയാണ്. ഇതുപോലെ ഓരോ സെഗ്മെൻറ്റഡ് ആയിരിക്കും. സെഗ്മെൻറ്റഡ് ബോഡിയാണ്. ഓരോന്നിലും 60ഉം 100ഉം ഒക്കെ സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഇതുപോലെ സെഗ്മെൻറ്റഡ് ബോഡീസ് കാണപ്പെടുന്ന ഒരു ഓർഗാനിസാണ് ടാപ്പ് വേം. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ മറ്റെല്ലാ വേമൊക്കെ പോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ പോയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ 2 പല്ലുകളുണ്ട്, ആ പല്ലുപയോഗിച്ച് ഇൻറ്റസ്റ്റൈനിലൊക്കെ കടിച്ച് പിടിച്ചിട്ട് പിന്നെ നമ്മുടെ ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യും. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 തരം ടേപ്പ് വേംസ് ഉണ്ട്. ഒന്ന് ബീഫ് ടേപ്പ് വേം ഉണ്ട്, അതുപോലെ തന്നെ വേറൊന്ന് പോർക്ക് ടേപ്പ് വേം ഉണ്ട്. എന്താണ് ബീഫ് ടേപ്പ് വേം? രണ്ടിൻ്റെയും എന്താ പറയുക, ലൈഫ് സൈക്കിളും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ബീഫ് ടേപ്പ് വേമിന് നമ്മൾ പറയുന്ന പേരാണ് ടീനിയ സാഗ്നാറ്റ. അപ്പോൾ ടീനിയ സാഗ്നാറ്റയാണ് നമ്മൾ ബീഫ് ടാപ്പ് വേം അല്ലെങ്കിൽ നമ്മൾ ഹുക്ക്ലെസ് ടാപ്പ് വേം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ബീഫ് ടാപ്പ് വേം അല്ലെങ്കിൽ ഹുക്ക്ലെസ് ടാപ്പ് വേം എന്നൊക്കെ പറയുന്നത് ഈ ടീനിയ സാഗ്നാറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ ദ ബീഫ് ടാപ്പ് വേം ഇസ് എ പാരസൈറ്റ് ഓഫ് ബോത്ത് കാറ്റിൽസ് ആൻഡ് ഹ്യൂമൺ. മനുഷ്യൻ്റെ ശരീരത്തിലും ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ കന്നുകാലികളുടെ ശരീരത്തിലും കാണപ്പെടുന്ന ഒരു ഓർഗാനിസാണ്. അല്ലെങ്കിൽ രണ്ടിനും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഓർഗാനിസാണ് നമ്മുടെ ടീനിയ സാഗ്നാറ്റ എന്ന് പറയുന്ന ബീഫ് ടാപ്പ് വേം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു നീളം എന്ന് പറഞ്ഞാൽ 4 മുതൽ 10 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു നീളം. ഇപ്പോൾ ചില സമയത്ത് ഇതൊരു 12 മീറ്റർ ലോങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയും നീളത്തിൽ കാണപ്പെടുന്ന, അത്രയും ലെങ്ത്തിൽ കാണപ്പെടുന്ന ഒരു വേമാണ് നമ്മളെ ടീനിയ സാഗ്നാറ്റ എന്ന് പറയുന്ന ബീഫ് ടാപ്പ് വേം. ഇതിൻ്റെ ഏകദേശം ഒരു വൈറ്റ് കളറിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രോബില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചു കഴിഞ്ഞു, സെഗ്മെൻറ്റഡ് ബോഡീസാണ് കേട്ടോ. അപ്പോൾ ഈ സെഗ്മെൻറ്റഡ് ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് എ സീരീസ് ഓഫ് റബിൾ ലൈക്ക് സെഗ്മെൻറ്റ് ഈസ് കോൾഡ് എ പ്രോഗ്ലോറ്റിഡ്സ്. പ്രോഗ്ലോറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ഈ സാധനം, ഈ ഒരെണ്ണത്തിന് പറയുന്ന പേരാണ് പ്രോഗ്ലോറ്റിഡ്സ് കേട്ടോ. ഇതാണ് പ്രോഗ്ലോറ്റിഡ്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രോഗ്ലോറ്റിഡ്സ് കൊണ്ട് നിർമ്മിച്ച ഒരു നാട പോലെയുള്ള ഒരു റിബൺ ലൈക്ക് സെഗ്മെൻറ്റഡ് ബോഡിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഓരോ സെഗ്മെൻറ്റിനും നമ്മൾ സിംഗിളായിട്ട് പറയുന്ന പേരാണ് പ്രോഗ്ലോറ്റിഡ്സ് കേട്ടോ. പ്രോഗ്ലോറ്റിഡ്സ്. ഇനി ഈ സെഗ്മെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെച്ചുർ ആൻഡ് ഗ്രേവിഡ് പ്രോഗ്ലോറ്റിഡ്സ്. മെച്ചുർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എഗ്ഗ് ലൈങ്ങിന് തയ്യാറായിട്ടുള്ള അതിനാണ് നമ്മൾ ഗ്രേവിഡ് എന്ന് പറയുന്നത്. ഗ്രേവിഡ് ആയിട്ടുള്ള പ്രോഗ്ലോറ്റിഡ്സും ഇതിലുണ്ടായിരിക്കും. അതായത് ദ സ്ട്രോബില സെഗ്മെൻറ്റഡ് ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് എ സീരീസ് ഓഫ് റിബൺ ലൈക്ക് ദ സെഗ്മെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെച്ചുർ ആൻഡ് ഗ്രേവിഡ് പ്രോഗ്ലോറ്റിഡ്സ് കേട്ടോ. മെച്ചുർ ആയിട്ടുള്ളതും അതുപോലെ ഗ്രേവിഡ് ആയിട്ടുള്ള പ്രോഗ്ലോറ്റിഡ്സും ഇതിലുണ്ടായിരിക്കും. The egg are in the proglotids and they are only going to infect the cattles. അപ്പോൾ ഈ പ്രോഗ്ലോറ്റിഡ്സിലുള്ള ഈ എഗ്ഗ് ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യന് യാതൊരു ഇൻഫെക്ഷനും ഉണ്ടാവില്ല. അതേസമയം ഈ പ്രോഗ്ലോറ്റിഡ്സിലുള്ള എഗ്സ് ഏതെങ്കിലും കാറ്റിൽസിൻ്റെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാറ്റിൽസിന് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അതാണ് പറയുന്നത്, ഇഫ് എ ഹ്യൂമൻ ഈറ്റ്സ് ദിസ് എഗ് ഇറ്റ് വിൽ നോട്ട് കോസ് എനി ഇൻഫെക്ഷൻ. ദ ഹ്യൂമൻ ഈസ് ഓൺലി ഇൻഫെക്റ്റഡ് ബൈ ഈറ്റിംഗ് ദ ബീഫ് കണ്ടെയ്നിങ് ദി ലാർവ. അപ്പോൾ മനുഷ്യന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ ആ ബീഫിൽ ഉള്ള ഈ ടേപ്പ് വേമിൻ്റെ ലാർവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, അതായത് ബീഫിലൂടെ ഈ സാധനം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ എഗ്ഗ് കഴിച്ചുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പോകും. ദ സെഗ്മെൻറ്റ് ആർ എലിമിനേറ്റഡ് ഇൻഡിവിജ്വലി ത്രൂ ദ ഹ്യൂമൻ ഫീസസ്. നമ്മുടെ ഫീസസിലൂടെ അത് പുറത്തോട്ട് പോകും.
Taenia saginata is largest of genus Taenia, consisting between 1000 to 2000 proglottids and can also have lifespan of 25 years in host intestine. അപ്പോൾ ഇതിന് ഏകദേശം 1000 മുതൽ 2000 പ്രോഗ്ലോട്ടിഡ് അല്ലെ സെഗ്മെൻറ്റ്സ് വരെ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ഏകദേശം 25 വർഷത്തോളം ഒരു ഹോസ്റ്റിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീനിയ സാഗിനേറ്റയ്ക്ക് കഴിയും. അപ്പോൾ ദ ഡിസീസ് ഈസ് കോൾഡ് ടീനിയാസിസ്. ഇതുപോലെ ഉണ്ടാകുന്ന ഡിസീസിന് നമ്മൾ പറയുന്ന പേരാണ് ടീനിയാസിസ് ആൻഡ് ദ സിംറ്റംസ്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, നമ്മൾ ക്ഷീണമൊക്കെ ഉണ്ടാവുക, വെയിറ്റ് ലോസ്, അതുപോലെ എപ്പിഗാസ്ട്രിക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് പെയിനാണ്. അതായത് ഈ അപ്പർ അബ്ഡോമൻ്റെ മിഡിൽ ഭാഗത്തുണ്ടാകുന്ന പെയിനാണ് നമ്മൾ എപ്പിഗ്യാസ്ട്രിക് പെയിൻ എന്ന് പറയുന്നത്. അതുപോലെ വിശപ്പില്ലായ്മ, ആനൽ ഒബ്സ്ട്രക്ഷൻ തടസ്സം ഉണ്ടാവും. അതുപോലെ ആനൽ ഇച്ചിങ് ഉണ്ടാവും. പ്രൊഡ്യൂസ് വെൻ എ പ്രോഗ്ലോട്ടിഡ്സ് ആർ കമ്മിങ് ഔട്ട്. അപ്പോൾ ഈ പ്രോഗ്ലോട്ടിഡ്സ് ഒക്കെ പുറത്തോട്ട് വരുന്ന സമയത്ത് ആനൽ ഇച്ചിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലെ ടീനിയ സാഗിനേറ്റയുടെ ലൈഫ് സൈക്കിളും കൂടെ ഒന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന്? ഇതേ ലൈഫ് സൈക്കിൾ തന്നെയാണ് നമ്മുടെ ടീനിയ സോളിയം അല്ലെങ്കിൽ പോർക്ക് ടേപ്പ് വേമിലുള്ള കേട്ടോ. ഇതിനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടേപ്പ് വേം നമ്മുടെ ശരീരത്തിൽ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഹെഡ് അല്ലെങ്കിൽ പല്ല്. ഇതിന് നമ്മൾ പറയുന്നത് സ്കോലക്സ് എന്നൊക്കെയാണ് പറയുക, സ്കോലക്സ്. അപ്പോൾ ഈ സ്കോലക്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അള്ളിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനെ ഇൻറ്റസ്റ്റൈനെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഈ പല്ല് ഉപയോഗിച്ചത് അള്ളിപ്പിടിച്ച് അങ്ങനെ നിൽക്കും കേട്ടോ. എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ്? സോലക്സ് ഹെഡ് ഓഫ് ദി ടാപ്പ് വേം അറ്റാച്ച് ദി ഇൻറ്റസ്റ്റൈൻ. അത് ഇൻറ്റസ്റ്റൈനിൽ അറ്റാച്ച് ചെയ്യും. ഇതുപോലെ ഇൻറ്റസ്റ്റൈനിൽ തൂങ്ങി നിൽക്കും. ഇതുപോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അഡൽട്ട് ടേപ്പ് വേം ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് 8 to 11 ഫീറ്റ് ലോങ് കേട്ടോ. ഏകദേശം 8 മുതൽ 11 അടിയോളം നീളം ഉണ്ടായിരിക്കും ഇതിന്. അതിനുശേഷം എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് എഗ്ഗ് ലൈ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയിട് കഴിഞ്ഞാൽ ആ മുട്ട എന്ത് ചെയ്യും? നമ്മുടെ എക്സ്ക്രീഷൻ വഴി എന്ത് ചെയ്യും? എൻവയോൺമെൻറ്റിലേക്ക് വരും അല്ലേ? ഈ ടേപ്പ് വേമിൻ്റെ എഗ്ഗ് എക്സ്ക്രീഷൻ വഴി എൻവയോൺമെൻറ്റിലേക്ക് വരും. അപ്പോൾ ഈ കന്നുകാലികളോ അല്ലെ പന്നിയൊക്കെ ഇതിനെ പുല്ലോ അതല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ എഗ്ഗ് അവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ എഗ്ഗ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ എഗ്ഗ് എന്തായിട്ട് മാറും? ഈ പന്നിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാറ്റിൻ്റെ ശരീരത്തിലെത്തുകയും കാറ്റിൻ്റെ ശരീരത്തിലെത്തിയതിന് ശേഷം ഈ എഗ്ഗ് ഹാച്ച് ചെയ്യും. എഗ് ഹാച്ച് ഇൻ ടു ലാർവ. എഗ്ഗ് എന്തായിട്ട് മാറും? ലാർവയായിട്ട് മാറും. എഗ് ഹാച്ച് ഇൻ ടു ലാർവ ആൻഡ് ഇൻഫെക്ട് ദി ആനിമൽസ് മസിൽസ് ടിഷ്യൂ. അപ്പം നോക്കാം. അപ്പോൾ ഈ എഗ്ഗ് എഗ്ഗ് എന്ത് ചെയ്തു? ഹാച്ച് ചെയ്തിട്ട് ലാർവയായിട്ട് മാറി. എന്നിട്ട് അതെന്ത് ചെയ്യും? നമ്മുടെ ഈ ഹോസ്റ്റിൻ്റെ മസിൽ ടിഷ്യൂസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനുശേഷം ഈ ലാർവ എന്തായിട്ട് മാറും? ലാർവ ഫോം സിസ്റ്റ് ഇൻ മസിൽ ടിഷ്യൂസിലേക്ക് പോകുന്ന നമ്മൾ പറഞ്ഞു. ആ മസിൽ ടിഷ്യൂസിൽ വെച്ച് ഈ ലാർവ എന്തായിട്ട് മാറും? സിസ്റ്റായിട്ട് മാറും. സിസ്റ്റായിട്ട് മാറിയതിന് ശേഷം എന്താ സംഭവിക്കുക? ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ബീഫ് അല്ലെങ്കിൽ പന്നിൻ്റെ ഇറച്ചി. അതെന്ത് ചെയ്യും? ഈ ബീഫിൽ ഈ സിസ്റ്റ് സർവൈവ് ഇൻ റോ ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിക്കാതെ കഴിക്കുക അല്ലെങ്കിൽ പച്ച ഈ ബീഫ് കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഈ സിസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ആ സിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു വലിയൊരു വേമായിട്ട് മാറുകയും ആ വേവ് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അറ്റാച്ച് ചെയ്യുകയും ഏകദേശം ഒരു 11 അടിയോളം അത് വളരുകയും ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? വീണ്ടും അത് നമ്മുടെ ഫീസസിലൂടെ പുറത്തോട്ട് വരുന്നു. അതിൽ എഗ്ഗ് ഉണ്ടാവുന്നു. ആ എഗ്ഗ് എന്ത് ചെയ്യും?
ഏതെങ്കിലും എന്താ പറയുക ബീഫോ അല്ലെങ്കിൽ എന്താണ് കന്നുകാലികളോ പന്നിയൊക്കെ അത് കഴിച്ചു കഴിഞ്ഞാൽ പന്നിയുടെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ശരീരത്തിൽ ഹോസ്റ്റിൻ്റെ ശരീരത്തിൽ എത്തിയതിന് ശേഷം ഈ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് ലാർവയായിട്ട് മാറുന്നു. ആ ലാർവ എന്ത് ചെയ്യുന്നു, ഈ മൃഗങ്ങളുടെ മസിൽ ടിഷ്യൂസിലേക്ക് പോകുന്നു. മസിൽ ടിഷ്യൂസിൽ വെച്ചിട്ട് ലാർവ എന്തായിട്ട് മാറുന്നു, സിസ്റ്റായിട്ട് മാറുന്നു. ആ സിസ്റ്റ് ആ മസിൽ അല്ലെങ്കിൽ ആ ഫ്ലഷ് ഇറച്ചി നമ്മൾ അണ്ടർ കുക്ക്ഡ് ആയിട്ട് അല്ലെങ്കിൽ റോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റ് നമ്മുടെ ശരീരത്തിലെത്തുകയും ആ സിസ്റ്റ് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് ഒരു വേമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ ടേപ്പ് വേമിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ.